ഹായ് ഫ്രണ്ട്സ്, JPR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേരളക്കരയാകെ ഒരു ട്രെൻഡിങ് ആണ്, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു ഭയപ്പാടിലാണ്, ഒരു ഭീതിയിലാണ്. കുറുവ കള്ളന്മാർ, അവരെ പറ്റിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നും കൂടും കുടുക്കയും എടുത്ത് ഇവർ കുടുംബത്തോടെ ഓരോ സ്ഥലങ്ങളിൽ തമ്പടിക്കും. എന്നിട്ട് രാത്രി എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പായ ശേഷം ഇവരുടെ ജോലി തുടങ്ങും. ഇവരുടെ കയ്യിൽ മാരകായുധങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത്. അതും കൊണ്ട് ഇവർ ഓരോ വീടുകളിൽ ചെന്ന് ഓരോ ശബ്ദമുണ്ടാക്കിയിട്ട് വീട്ടുകാരെ ഉണർത്തിയിട്ട്, ചിലർ പാവങ്ങൾ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അറിയാത്തവർ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കും. അപ്പോഴായിരിക്കും ഇവിടെ ആക്രമണം. നമ്മൾ പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലില്ലേ, അതുപോലെയാണ് മനുഷ്യരെ ഇവർ തല്ലിക്കൊല്ലുന്നത്. വളരെ ഭയാനകം, ഒരു കരുണയുമില്ലാത്ത ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് അകത്തിടും. ഒരു 3 മാസം നല്ല മട്ടനും ചിക്കനും ഒക്കെ കൊടുത്ത് നല്ല ഉടമ്പൊക്കെ, അവർക്ക് നല്ല ശരീരമൊക്കെ നന്നായിട്ട് നന്നാക്കിയ ശേഷം അവർ വീണ്ടും തിരിച്ച് ഇതേ പണിക്ക് തന്നെ ഇറങ്ങുന്നത്. ഇവരാൽ കൊല്ലപ്പെടുന്ന ആൾക്കാർ എത്ര പേര്? ഇതിന് നഷ്ടം ഇവരുടെ ഉറ്റവർക്കാണ്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കാണ്, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്കാണ്, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്കാണ്. ഈ നഷ്ടം ആര് നികത്തും? അതിന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ കാലിൻ്റെ നരമ്പ് അങ്ങോട്ട് അറുത്ത് കളയുക, മുറിച്ച് കളയുക. എന്നിട്ട് ഇവർക്ക് മേലെ നടക്കാൻ പറ്റരുത്. കാരണം ഒരാളെ കൊന്ന് തിന്നുന്നതിൽ പകരം ഇവർ പിച്ചെടുത്ത് ജീവിക്കട്ടെ, അതല്ലേ ഇവർക്ക് വേണ്ടത്. പിച്ചെടുത്ത് ജീവിക്കട്ടെ അവർ. കാരണം ഇവർക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവർ എവിടെയെങ്കിലും തെരുവോരത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് അവർ പിച്ചെടുത്ത് ജീവിക്കും. കാരണം ഈ ഭിക്ഷക്കാർ ഒരുപാടുണ്ട്. കേരളത്തിലല്ല, ലോകത്തെല്ലായിടത്തും ഉണ്ട് ഭിക്ഷക്കാർ. അതിലുപരി ഒരാളായിട്ട് ഇവർ ജീവിക്കട്ടെ. കാരണം നാളെയും ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ നഷ്ടപ്പെടാൻ പാടില്ല, ഒരു മകന് സ്വന്തം അച്ഛനെ നഷ്ടപ്പെടാൻ പാടില്ല. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഓക്കെ ഫ്രണ്ട്സ്.